ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു കോമാർട്ട്. സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ എക്സാം പ്രിപ്പറേഷന്റെ ഭാഗമായുള്ള 4ാമത്തെ ക്ലാസ്സിൽ ഇന്ന് നമുക്കൊരു പുതിയ ചാപ്റ്റർ പഠിക്കാം. ബുക്ക് കീപ്പിംഗ് ആൻഡ് അക്കൗണ്ടൻസി മൊഡ്യൂളിലെ 2ാമത്തെ ചാപ്റ്ററാണ് ക്യാപിറ്റൽ ആൻഡ് റവന്യൂ. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് റെസീപ്റ്റ്, പ്രോഫിറ്റ്, എക്സ്പെൻഡിച്ചർ, ലോസസ് തുടങ്ങിയവയുടെ ക്യാപിറ്റൽ നേച്ചറും റവന്യൂ നേച്ചറും കൃത്യമായി വേർതിരിക്കുക എന്നത്. അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിൽ ക്യാപിറ്റൽ റെസിപ്റ്റ്, റവന്യൂ റെസിപ്റ്റ്, ക്യാപിറ്റൽ പ്രോഫിറ്റ്, റവന്യൂ പ്രോഫിറ്റ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, റവന്യൂ എക്സ്പെൻഡിച്ചർ, ക്യാപിറ്റൽ ലോസസ്, റവന്യൂ ലോസസ് തുടങ്ങിയവയൊക്കെ എന്താണെന്നും അവ തമ്മിലുള്ള ഡിഫറൻസസ് എന്താണെന്നും നമുക്ക് വിശദമായി പഠിക്കാം. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തുടർന്നും ഇത്തരം ക്ലാസ്സുകൾ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ബിസിനസിന്റെ ഓപ്പറേറ്റിംഗ് പെർഫോമൻസും ഫൈനാൻഷ്യൽ പൊസിഷനും സ്റ്റേക്ക് ഹോൾഡേഴ്സിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നതാണ് അക്കൗണ്ടിങ്ങിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്. അതിനുവേണ്ടിയാണ് അക്കൗണ്ടിംഗ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. നമ്മൾ മനസ്സിലാക്കിയ പോലെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന് 2 കോമ്പണൻസ് ആണുള്ളത്. ഒന്ന് ഇൻകം സ്റ്റേറ്റ്മെന്റ്, 2 ബാലൻസ് ഷീറ്റ്. ഒരു ബിസിനസിന്റെ ഒരു അക്കൗണ്ടിംഗ് പീരീഡിലെ ഓപ്പറേറ്റിംഗ് റിസൾട്ട്സ് കണ്ടുപിടിക്കാനാണ് നമ്മൾ ഇൻകം സ്റ്റേറ്റ്മെന്റ് അഥവാ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. എന്നാൽ ബിസിനസിന്റെ അതുവരെയുള്ള ഫൈനാൻഷ്യൽ പൊസിഷൻ അറിയാൻ വേണ്ടിയാണ് നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതിലെടുക്കുന്ന ഐറ്റംസിനെ ക്യാപിറ്റൽ എന്നും റവന്യൂ എന്നും കൃത്യമായി വേർതിരിക്കുക എന്നത്. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഐറ്റംസിനെ ക്യാപിറ്റൽ എന്നും റവന്യൂ എന്നും കൃത്യമായി വേർതിരിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത ഓപ്പറേറ്റിംഗ് റിസൾട്ടിനെയും ഫൈനാൻഷ്യൽ പൊസിഷനെയും അത് ദോഷകരമായി ബാധിക്കും. ആൻഡ് അൾട്ടിമേറ്റ്ലി ഇറ്റ് വിൽ മിസ്ലീഡ് ദ എൻഡ് റിസൾട്ട്. കാരണം അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് പ്രകാരം റവന്യൂ ഐറ്റംസിനെ ഇൻകം സ്റ്റേറ്റ്മെന്റിലും ക്യാപിറ്റൽ ഐറ്റംസിനെ ബാലൻസ് ഷീറ്റിലുമാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. സോ നമുക്ക് ആദ്യമായി ക്യാപിറ്റൽ ആൻഡ് റവന്യൂ ഐറ്റംസ് എന്താണെന്ന് ജനറൽ ആയിട്ട് നോക്കാം. Capital and revenue items are not distinct but related. ക്യാപിറ്റൽ ഐറ്റവും റവന്യൂ ഐറ്റവും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ ഒരു ട്രീയും അതിന്റെ ഫ്രൂട്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പുമായി കമ്പയർ ചെയ്യാറുണ്ട്. കാരണം ഒരു ഫ്രൂട്ട് ട്രീയിൽ നിന്നും ഒറിജിൻ ചെയ്യുന്നു എന്ന് പറയുന്ന പോലെ റവന്യൂ ഐറ്റംസ് എല്ലായ്പ്പോഴും ഒറിജിൻ ചെയ്യുന്നത് ക്യാപിറ്റൽ ഐറ്റത്തിൽ നിന്നാണ്. അഥവാ റവന്യൂ ഐറ്റത്തിന്റെ സോഴ്സ് ആണ് ക്യാപിറ്റൽ ഐറ്റം. സോ വാട്ട് ഡു യു മീൻ ബൈ ക്യാപിറ്റൽ ഐറ്റം? ഒരു ബിസിനസ്സിൽ ലോങ് ടേം എഫക്റ്റ് ഉള്ള, അതായത് ഒരു വർഷത്തിൽ കൂടുതലുള്ള പീരീഡിലേക്ക് എഫക്റ്റ് ഉള്ള ഐറ്റത്തെയാണ് ക്യാപിറ്റൽ ഐറ്റം എന്ന് വിളിക്കുന്നത്. ലാൻഡ്, ബിൽഡിംഗ്, മെഷീനറി തുടങ്ങിയ ഫിക്സഡ് അസറ്റ്സ് എല്ലാം ക്യാപിറ്റൽ ഐറ്റത്തിന് എക്സാമ്പിൾ ആണ്. ഇനി റവന്യൂ ഐറ്റംസ് എന്താണെന്ന് നോക്കാം. ഒരു ഷോർട്ട് പീരീഡിലേക്ക് അഥവാ പരമാവധി ഒരു വർഷം വരെയുള്ള പീരീഡിലേക്ക് മാത്രം എഫക്റ്റ് ഉണ്ടാവുന്ന ഐറ്റത്തെയാണ് റവന്യൂ ഐറ്റം എന്ന് പറയുന്നത്. ഉദാഹരണമായി പേയ്മെന്റ് ഓഫ് വേജ്, സാലറി, റെന്റ് എക്സെട്ര. ഇനി നമുക്ക് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുമായി ഡയറക്ട്ലി റിലേറ്റഡ് ആവുന്ന റെസീപ്റ്റ്സ്, പ്രോഫിറ്റ്, എക്സ്പെൻസസ്, ലോസസ് എന്നിവയുടെ ക്യാപിറ്റൽ ആൻഡ് റവന്യൂ നേച്ചറിനെ കുറിച്ച് വിശദമായി സംസാരിക്കാം. ആദ്യമായി നമുക്ക് ക്യാപിറ്റൽ ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ഡിസ്കസ് ചെയ്യാം. സോ വാട്ട് ഈസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ? ബിസിനസ്സിന് ലോങ് പീരീഡിലേക്ക് ബെനിഫിറ്റ് നൽകുന്ന അസറ്റ്സ് അഥവാ ഫിക്സഡ് അസറ്റ് വാങ്ങുന്നതിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന എക്സ്പെൻഡിച്ചറിനെയാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് വിളിക്കുന്നത്. ഫിക്സഡ് അസറ്റ് വാങ്ങുന്നതിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് മാത്രമല്ല, ഒരു ഫിക്സഡ് അസറ്റിൽ എന്തെങ്കിലും ഒരു ഇംപ്രൂവ്മെന്റ് അല്ലെങ്കിൽ അഡ്വാൻസ്മെന്റ് നടത്തുന്നതിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ടും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറായി കൺസിഡർ ചെയ്യപ്പെടും. ഉദാഹരണത്തിന് ബിസിനസിന്റെ നിലവിലുള്ള ബിൽഡിങ്ങിൽ പുതിയൊരു ഓഫീസ് കൺസ്ട്രക്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ നിലവിലുള്ള റൂം കൂടുതൽ വിശാലമാക്കുന്നതിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ടോ എല്ലാം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അൾട്ടിമേറ്റ്ലി ഒരു ബിസിനസിന്റെ ഉൽപാദനക്ഷമത വർദ്ധിക്കാനും ഏർണിംഗ് കപ്പാസിറ്റി വർദ്ധിക്കാനും എല്ലാം ഇടവരുത്തും. ഇനി നമുക്ക് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന്റെ ഉദാഹരണങ്ങൾ നോക്കാം. ഒന്ന്, ലാൻഡ്, ബിൽഡിംഗ്, മെഷീനറി, ഫർണിച്ചർ തുടങ്ങിയ ഫിക്സഡ് അസറ്റ്സ് വാങ്ങുന്നതിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന എക്സ്പെൻഡിച്ചർ. 2, ലാൻഡ്, ബിൽഡിംഗ് പോലെയുള്ള ഫിക്സഡ് അസറ്റ് ലീസിന് എടുക്കുന്നതിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട്. 3, ബിസിനസ് അക്വിസിഷന്റെയോ മെർജറിന്റെയോ ഒക്കെ ഭാഗമായി ഗുഡ്വിൽ പർച്ചേസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന എമൗണ്ട്. 4, പ്രിലിമിനറി എക്സ്പെൻസസ്. കമ്പനി പ്രൊമോഷൻ സ്റ്റേജിൽ ഉണ്ടാവുന്ന ഹ്യൂജ് എക്സ്പെൻസസിനെയാണ് പ്രിലിമിനറി എക്സ്പെൻസസ് എന്ന് പറയുന്നത്. പ്രിലിമിനറി എക്സ്പെൻസസ് ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് ഉദാഹരണമാണ്. 5, നിലവിലുള്ള അസറ്റിന്റെ അഡീഷനോ ഇംപ്രൂവ്മെന്റിനോ ഒക്കെ വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട്.
അടുത്തതായി റവന്യൂ എക്സ്പെൻഡിച്ചർ എന്താണെന്ന് നോക്കാം. ഒരു ബിസിനസിന്റെ ഡേ ടു ഡേ എക്സ്പെൻസസ് മീറ്റ് ചെയ്യാൻ വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന എക്സ്പെൻഡിച്ചറിനെയാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് വിളിക്കുന്നത്. ഒരു ബിസിനസിന്റെ ദൈനംദിന ചിലവുകൾ മീറ്റ് ചെയ്യാൻ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ടിനൊപ്പം ബിസിനസിന്റെ ക്യാപിറ്റൽ അസറ്റ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ടും റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. കറണ്ട് പീരീഡിലേക്ക് അഥവാ ഒരു ഷോർട്ട് പീരീഡിലേക്ക് മാത്രമേ റവന്യൂ എക്സ്പെൻഡിച്ചറിന്റെ ബെനിഫിറ്റ് അവൈലബിൾ ആവുകയുള്ളൂ. റവന്യൂ എക്സ്പെൻഡിച്ചറിന്റെ പ്രധാനപ്പെട്ട ഉദാഹരണങ്ങൾ നോക്കാം. ഒന്ന്, എംപ്ലോയീസിന് നൽകുന്ന വേജ് അല്ലെങ്കിൽ സാലറി. രണ്ട്, ഫാക്ടറി അല്ലെങ്കിൽ ഓഫീസ് ബിൽഡിങ്ങിന് നൽകുന്ന റെന്റ്. മൂന്ന്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫർണിച്ചർ തുടങ്ങിയ ഫിക്സഡ് അസറ്റിന് ചാർജ് ചെയ്യുന്ന ഡിപ്രീസിയേഷൻ. നാല്, ഇൻഷുറൻസ് പ്രീമിയം തുടങ്ങിയവയൊക്കെയാണ് റവന്യൂ എക്സ്പെൻഡിച്ചറിന്റെ പ്രധാനപ്പെട്ട ഉദാഹരണങ്ങൾ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും റവന്യൂ എക്സ്പെൻഡിച്ചറും എന്താണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി അവ തമ്മിലുള്ള പ്രധാനപ്പെട്ട ഡിഫറൻസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന്റെ ബെനിഫിറ്റ് ഒരു ലോങ് ടേമിലേക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കും. എന്നാൽ റവന്യൂ എക്സ്പെൻഡിച്ചറിന്റെ ബെനിഫിറ്റ് ഒരു ഷോർട്ട് പീരീഡിലേക്ക് മാത്രമേ എൻജോയ് ചെയ്യാൻ പറ്റുകയുള്ളൂ. രണ്ടാമതായി, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നോൺ റെക്കറിംഗ് ആണ്, എന്നാൽ റവന്യൂ എക്സ്പെൻഡിച്ചർ റെക്കറിംഗ് ആണ്. സാലറി, റെന്റ് പോലെയുള്ള പല റവന്യൂ എക്സ്പെൻഡിച്ചറും ഒരു അക്കൗണ്ടിംഗ് ഇയറിൽ തന്നെ പലതവണയായി റിപ്പീറ്റ് ചെയ്തു വരും. അടുത്ത ഡിഫറൻസ്, എല്ലാ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും കാലക്രമേണ റവന്യൂ എക്സ്പെൻഡിച്ചറായി മാറും. ഉദാഹരണത്തിന്, പർച്ചേസ് ഓഫ് മെഷീനറി ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്, എന്നാൽ അതിനെ നമ്മൾ ഡിപ്രീസിയേഷൻ എന്ന റവന്യൂ എക്സ്പെൻഡിച്ചറായി റൈറ്റ് ഓഫ് ചെയ്യാണ് പതിവ്. എന്നാൽ റവന്യൂ എക്സ്പെൻഡിച്ചർ ഒരിക്കലും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറായി മാറുകയില്ല. അവസാനമായി, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനെ ക്യാപിറ്റൽ റെസീപ്റ്റുമായി മാച്ച് ചെയ്യേണ്ടതില്ല. എന്നാൽ ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾ പ്രകാരം ഒരു അക്കൗണ്ടിംഗ് ഇയറിലെ റവന്യൂ എക്സ്പെൻഡിച്ചറിനെ ആ വർഷത്തെ റവന്യൂ റെസീപ്റ്റുമായി മാച്ച് ചെയ്യണം. അങ്ങനെയെങ്കിൽ മാത്രമേ ആക്യുറേറ്റ് പ്രോഫിറ്റ് ഓർ ലോസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. രണ്ടാമതായി, ക്യാപിറ്റൽ ആൻഡ് റവന്യൂ റെസീപ്റ്റ് എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ, ക്യാപിറ്റൽ റെസീപ്റ്റ് ബിസിനസിന്റെ ഓണേഴ്സിൽ നിന്നോ അല്ലെങ്കിൽ ബിസിനസിന് പുറത്തുള്ള ഒരാളിൽ നിന്നോ ബിസിനസിന്റെ ക്യാപിറ്റൽ അല്ലെങ്കിൽ ലോങ് ടേം ലാബിലിറ്റി ആയി ലഭിക്കുന്ന എമൗണ്ടിനെയാണ് ക്യാപിറ്റൽ റെസീപ്റ്റ് എന്ന് പറയുന്നത്. ഒരു ബിസിനസ്സിന് പ്രധാനമായും 3 സോഴ്സുകളിലൂടെയാണ് ക്യാപിറ്റൽ റെസീപ്റ്റ് ഉണ്ടാവാറുള്ളത്. ഒന്ന്, സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്. രണ്ട്, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ദ ഫോം ഓഫ് ഇഷ്യൂയിങ് ഇക്വിറ്റി ഷെയർസ്. മൂന്ന്, റേസിംഗ് ഓഫ് ലോൺസ് ഫ്രം ബാങ്ക്സ് ആൻഡ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ക്യാപിറ്റൽ റെസീപ്റ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത അത് ബിസിനസിന്റെ പ്രോഫിറ്റബിലിറ്റിയെ ഒരു നിലക്കും ബാധിക്കുന്നില്ല എന്നതാണ്. അതായത് ക്യാപിറ്റൽ റെസീപ്റ്റ് ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ട് ബിസിനസിന്റെ പ്രോഫിറ്റ് ഡയറക്ട്ലി ഇൻക്രീസ് ചെയ്യുന്നില്ല. അടുത്തതായി, റവന്യൂ റെസീപ്റ്റ്. ഒരു ബിസിനസ്സിന് അതിന്റെ ദൈനംദിന പ്രവർത്തികളിൽ നിന്ന് അഥവാ നോർമൽ ഓർ കോർ കോഴ്സ് ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസിൽ നിന്ന് ലഭിക്കുന്ന ഇൻകത്തെയാണ് റവന്യൂ റെസീപ്റ്റ് എന്ന് വിളിക്കുന്നത്. ഒരു ബിസിനസ്സിന് റവന്യൂ റെസീപ്റ്റ് പ്രധാനമായും 4 സോഴ്സുകളിൽ നിന്നാണ് ലഭിക്കുന്നത്. ഒന്ന്, ക്യാഷ് റിസീവ്ഡ് ഫ്രം സെയിൽ ഓഫ് ഗുഡ്സ്. രണ്ട്, ഫീസ് റിസീവ്ഡ് ഫ്രം റെൻഡറിംഗ് സർവീസസ്. മൂന്ന്, ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഫ്രം ഇൻവെസ്റ്റ്മെന്റ്. നാല്, കമ്മീഷൻ റിസീവ്ഡ്. റവന്യൂ റെസീപ്റ്റ് ബിസിനസിന്റെ പ്രോഫിറ്റബിലിറ്റിയെ ഡയറക്ട്ലി എഫക്ട് ചെയ്യുന്ന ഐറ്റം ആണ്. അതുകൊണ്ട് തന്നെ ഇൻകം സ്റ്റേറ്റ്മെന്റിലാണ് അവയെ റെക്കോർഡ് ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റിനെ എഫക്ട് ചെയ്യുന്ന ഒരു ഐറ്റം അല്ല റവന്യൂ റെസീപ്റ്റ്. അതായത് റവന്യൂ റെസീപ്റ്റ് കാരണം ബിസിനസിന്റെ അസറ്റ് റിഡ്യൂസ് ചെയ്യുകയോ ലാബിലിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടുകയോ ചെയ്യുന്നില്ല. ഇനി നമുക്ക് ക്യാപിറ്റൽ റെസീപ്റ്റും റവന്യൂ റെസീപ്റ്റും തമ്മിൽ ഒരു കമ്പാരിസൺ നടത്തി നോക്കാം. ആദ്യമായി, ക്യാപിറ്റൽ റെസീപ്റ്റിന് ബിസിനസ്സിൽ ലോങ് ടേം എഫക്റ്റ് ഉണ്ട്, എന്നാൽ റവന്യൂ റെസീപ്റ്റിന് ഷോർട്ട് ടേം എഫക്റ്റ് മാത്രമേ ഉള്ളൂ. രണ്ടാമതായി, ക്യാപിറ്റൽ റെസീപ്റ്റ് ഒരു റെക്കറിംഗ് ഇൻകം അല്ല, എന്നാൽ റവന്യൂ റെസീപ്റ്റ് ബിസിനസിന്റെ റെക്കറിംഗ് ആൻഡ് റെഗുലർ ഇൻകം ആണ്. മൂന്നാമതായി, ക്യാപിറ്റൽ റെസീപ്റ്റ് ബാലൻസ് ഷീറ്റിനെ എഫക്ട് ചെയ്യുന്ന ഐറ്റം ആണ്. ബാലൻസ് ഷീറ്റിന്റെ ലാബിലിറ്റി സൈഡിലാണ് ഇതിനെ റെക്കോർഡ് ചെയ്യാറുള്ളത്. എന്നാൽ റവന്യൂ റെസീപ്റ്റ് ഇൻകം സ്റ്റേറ്റ്മെന്റിനെ എഫക്ട് ചെയ്യുന്ന ഐറ്റം ആണ്. അതായത് ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലാണ് റവന്യൂ റെസീപ്റ്റിനെ കാണിക്കാറുള്ളത്. അടുത്തതായി, ക്യാപിറ്റൽ റെസീപ്റ്റിനെ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്നും റവന്യൂ റെസീപ്റ്റ് ഉണ്ടാവും. എന്നാൽ റവന്യൂ റെസീപ്റ്റ് ഒരിക്കലും ക്യാപിറ്റൽ റെസീപ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല.
അവസാനമായി ക്യാപിറ്റൽ റെസീറ്റ് കാരണമായി ബിസിനസിന്റെ അസറ്റ് ഡിക്രീസ് ചെയ്യുകയോ ലാബിലിറ്റി ഇൻക്രീസ് ചെയ്യുകയോ ചെയ്യും. എന്നാൽ റവന്യൂ റെസീറ്റ് ബിസിനസിന്റെ അസറ്റിനെയോ ലാബിലിറ്റിയെയോ പോസിറ്റീവായോ നെഗറ്റീവായോ എഫക്ട് ചെയ്യുന്നില്ല. അടുത്തതായി നമുക്ക് ക്യാപിറ്റൽ ആൻഡ് റവന്യൂ പ്രോഫിറ്റ് ഡിസ്കസ് ചെയ്യാം. ആദ്യമായി ക്യാപിറ്റൽ പ്രോഫിറ്റ്. അപ്രതീക്ഷിതമോ അപൂർവമോ ആയ ട്രാൻസാക്ഷനിൽ നിന്ന് ബിസിനസ്സിന് ലഭിക്കുന്ന പ്രോഫിറ്റിനെയാണ് ക്യാപിറ്റൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഫിക്സഡ് അസറ്റ് ബുക്ക് വാല്യൂവിനേക്കാൾ ഉയർന്ന പ്രൈസിൽ വിൽക്കുമ്പോഴോ അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയർ പോലെയുള്ള ക്യാപിറ്റൽ അസറ്റ്സ് ഫേസ് വാല്യൂവിനേക്കാൾ ഹയർ പ്രൈസിന് വിൽക്കുമ്പോഴോ ആണ് ഒരു ബിസിനസ്സിന് ക്യാപിറ്റൽ പ്രോഫിറ്റ് ഉണ്ടാവുക. അതായത് ഒരു ബിസിനസിന്റെ ക്യാപിറ്റൽ പ്രോഫിറ്റിന്റെ പ്രധാനപ്പെട്ട സോഴ്സസ് എന്ന് പറയുന്നത് ഒന്ന് ഇൻകോർപ്പറേഷന് മുൻപുള്ള ട്രാൻസാക്ഷനിൽ നിന്ന് ബിസിനസ്സിന് ലഭിക്കുന്ന പ്രോഫിറ്റ്, രണ്ട് ഇക്വിറ്റി ഷെയർ പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുമ്പോൾ ലഭിക്കുന്ന പ്രീമിയം എമൗണ്ട്, മൂന്ന് ഫോർഫീറ്റഡ് ഷെയർ റീഇഷ്യൂ നടത്തുമ്പോൾ ലഭിക്കുന്ന പ്രോഫിറ്റ്, നാല് ഡിബഞ്ചർ ഡിസ്കൗണ്ടിൽ റെഡീം ചെയ്യുമ്പോൾ ലഭിക്കുന്ന ഡിസ്കൗണ്ട് എമൗണ്ട്, അഞ്ച് ഫിക്സഡ് അസറ്റ്സ് വിൽക്കുമ്പോഴോ റീവാല്യൂഷൻ നടത്തുമ്പോഴോ ലഭിക്കുന്ന പ്രോഫിറ്റ്. ഇവയൊക്കെയാണ് ക്യാപിറ്റൽ പ്രോഫിറ്റിന്റെ പ്രധാനപ്പെട്ട ഉദാഹരണങ്ങൾ. അടുത്തതായി റവന്യൂ പ്രോഫിറ്റ് എന്താണെന്ന് നോക്കാം. ഒരു ബിസിനസ്സിന് അതിന്റെ നോർമൽ ഓർ ഓർഡിനറി ആക്ടിവിറ്റീസിൽ നിന്ന് ലഭിക്കുന്ന പ്രോഫിറ്റിനെയാണ് റവന്യൂ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഒരു ബിസിനസ് യഥാർത്ഥത്തിൽ അതിന്റെ സ്പെസിഫിക് ഫങ്ഷൻസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യുമ്പോഴാണ് അതിന് റവന്യൂ പ്രോഫിറ്റ് ഉണ്ടാവുന്നത്. അതായത് ഒരു ബിസിനസ് അതിന്റെ ഗുഡ്സ് ആൻഡ് സർവീസസ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനേക്കാൾ ഉയർന്ന പ്രൈസിന് വിൽക്കുമ്പോഴാണ് ആ ബിസിനസ്സിന് റവന്യൂ പ്രോഫിറ്റ് ഉണ്ടാവുന്നത് എന്നർത്ഥം. ഇനി നമുക്ക് ക്യാപിറ്റൽ പ്രോഫിറ്റും റവന്യൂ പ്രോഫിറ്റും തമ്മിലുള്ള ഡിഫറൻസസ് പരിശോധിക്കാം. ഒന്നാമതായി ഫിക്സഡ് അസറ്റ് അല്ലെങ്കിൽ ക്യാപിറ്റൽ അസറ്റ് വിൽക്കുമ്പോഴാണ് ക്യാപിറ്റൽ പ്രോഫിറ്റ് ഉണ്ടാവുന്നത്. എന്നാൽ ഗുഡ്സ് ആൻഡ് സർവീസസ് വിൽക്കുമ്പോഴാണ് റവന്യൂ പ്രോഫിറ്റ് ഉണ്ടാവുന്നത്. രണ്ടാമത്തെ ഡിഫറൻസ്, റവന്യൂ പ്രോഫിറ്റ് സർവ്വസാധാരണമായി ഉണ്ടാവുന്നതാണ്, എന്നാൽ ക്യാപിറ്റൽ പ്രോഫിറ്റ് അസാധാരണമായി മാത്രം ഉണ്ടാവുന്നതാണ്. മൂന്നാമതായി റവന്യൂ പ്രോഫിറ്റ് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം, എന്നാൽ ക്യാപിറ്റൽ പ്രോഫിറ്റ് ഡിവിഡൻഡ് പേയ്മെന്റിന് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല. അവസാനമായി റവന്യൂ പ്രോഫിറ്റ് ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുന്നത്, എന്നാൽ ക്യാപിറ്റൽ പ്രോഫിറ്റ് ബാലൻസ് ഷീറ്റിന്റെ ലാബിലിറ്റി സൈഡിലാണ് കാണിക്കുന്നത്. അവസാനമായി നമുക്ക് ക്യാപിറ്റൽ ആൻഡ് റവന്യൂ ലോസസ് ഡിസ്കസ് ചെയ്യാം. ആദ്യമായി ക്യാപിറ്റൽ ലോസ്. ലോങ് ടേം നാച്ചുറുള്ള ക്യാപിറ്റൽ ഐറ്റത്തിന്റെ ട്രാൻസാക്ഷനിൽ നിന്ന് ഒരു ബിസിനസ്സിന് ഉണ്ടാവുന്ന ലോസിനെയാണ് ക്യാപിറ്റൽ ലോസ് എന്ന് വിളിക്കുന്നത്. ഇൻ അതർ വേർഡ്സ്, ഫിക്സഡ് അസറ്റ്സോ ക്യാപിറ്റൽ അസറ്റ്സോ സെയിൽ ചെയ്യുമ്പോൾ ബിസിനസ് സഹിക്കേണ്ടി വരുന്ന ലോസ് ആണ് ക്യാപിറ്റൽ ലോസ്. ക്യാപിറ്റൽ ലോസിന് ഉദാഹരണങ്ങൾ നോക്കാം. ഒന്ന്, ഫിക്സഡ് അസറ്റ്സ് ബുക്ക് വാല്യൂവിനേക്കാൾ കുറഞ്ഞ വിലക്ക് വിൽക്കുമ്പോഴുണ്ടാകുന്ന ലോസ്. രണ്ട്, ഷെയർ ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യുമ്പോൾ കമ്പനിക്ക് ഉണ്ടാവുന്ന ലോസ്. മൂന്ന്, പാർ വാല്യൂവിന് ഇഷ്യൂ ചെയ്ത ഡിബഞ്ചർ പ്രീമിയത്തിൽ റെഡീം ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ലോസ്. ഇവയൊക്കെയാണ് ക്യാപിറ്റൽ ലോസിന് പ്രധാനപ്പെട്ട ഉദാഹരണങ്ങൾ. ക്യാപിറ്റൽ ലോസിനെയാണ് കമ്പനി ബാലൻസ് ഷീറ്റിൽ ഫിക്റ്റീഷ്യസ് അസറ്റായി കാണിക്കുന്നത്. അടുത്തതായി റവന്യൂ ലോസ്. ഒരു ബിസിനസിന്റെ നോർമൽ കോഴ്സ് ഓഫ് ആക്ടിവിറ്റീസിന്റെ ഭാഗമായി ഉണ്ടാവുന്ന ലോസിനെയാണ് റവന്യൂ ലോസ് എന്ന് വിളിക്കുന്നത്. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് ഗുഡ്സ് ആൻഡ് സർവീസസ് വിൽക്കേണ്ടി വരുമ്പോഴാണ് സാധാരണയായി ഒരു ബിസിനസ്സിന് റവന്യൂ ലോസ് ഉണ്ടാവുന്നത്. റവന്യൂ ലോസിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ: ഒന്ന്, ഫ്രോഡ് ഓഫ് എംപ്ലോയീസ്; രണ്ട്, ഗുഡ്സ് മോഷണം പോകുന്നത്; മൂന്ന്, ബാഡ് ഡെറ്റ്, അതായത് 100% ബിസിനസ്സിന് തിരിച്ചു കിട്ടില്ലെന്ന് ഉറപ്പുള്ള ഡെപ്റ്റേഴ്സിന്റെ പോർഷൻ; നാല്, ലോസ് ഫ്രം സെല്ലിംഗ് ഗുഡ്സ്. അവസാനമായി ക്യാപിറ്റൽ ലോസും റവന്യൂ ലോസും തമ്മിലുള്ള ഡിഫറൻസസ് കൂടെ നോക്കാം. ഒന്നാമതായി, ടേൺ ഓവർ കുറയുന്നത് കൊണ്ടോ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് കൂടുന്നത് കൊണ്ടോ ആണ് റവന്യൂ ലോസ് ഉണ്ടാവുന്നത്. എന്നാൽ ഫിക്സഡ് അസറ്റോ ക്യാപിറ്റൽ അസറ്റോ ബുക്ക് വാല്യൂ ഓർ ഫേസ് വാല്യൂവിനേക്കാൾ കുറഞ്ഞ എമൗണ്ടിന് വിൽക്കേണ്ടി വരുമ്പോഴാണ് ക്യാപിറ്റൽ ലോസ് ഉണ്ടാവുന്നത്. രണ്ട്, ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലാണ് റവന്യൂ ലോസ് കാണിക്കുന്നത്, എന്നാൽ ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിലാണ് ക്യാപിറ്റൽ ലോസ് കാണിക്കേണ്ടത്. അവസാനമായി, ബിസിനസിന്റെ ഓപ്പറേഷണൽ ആക്ടിവിറ്റീസിന്റെ
വീക്ക്നെസ്സിനുള്ള വ്യക്തമായ സൂചനയായാണ് റവന്യൂ ലോസ് പരിഗണിക്കപ്പെടുന്നത്. എന്നാൽ ബിസിനസിന്റെ വീക്ക്നെസ്സുമായി ക്യാപിറ്റൽ ലോസിന് പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. അപ്പോൾ ഇത്രയുമാണ് ക്യാപിറ്റൽ ആൻഡ് റവന്യൂ എന്ന ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. നമ്മൾ ഡിസ്കസ് ചെയ്ത ഭാഗത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് വല്ലതും കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ ദയവായി കമൻറ്റ് ചെയ്യുമല്ലോ. താങ്ക് യു.